തകിട തകതിമി തകിട തകതിമി തകിട തകതിമിതോ പൊന്നോണം തകിട തകതിമി തകിട തകതിമി തകിട തകതിമിതോ തിരുവോണം. പണ്ട് കേരള നാടുവാണ് അസുര രാജാവേ, നന്മ ചെയ്ത് താന്നു പോയൊരു നല്ല രാജാവേ. തകിട തകതിമി തകിട തകതിമി തകിട തകതിമിതോ തിരുവോണം. അപ്പൊ യൂസഫക്ക ഇവര് ടീമായിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പാരഡി നിങ്ങള് ഓപ്പോസിറ്റ് നിന്ന് ടിൻചേട്ട എന്തൊരു ഉഷാറില്ലാത്ത അവന് റാപ്പിന്റെ ആളാ, അതുകൊണ്ടാ. റാപ്പല്ല. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഒരു ഊർജ്ജസ്വലമില്ലായ്മ കണ്ട് ഞാൻ നിങ്ങളുടെ ടീമിലേക്ക് രണ്ടുപേരെ അങ്ങ് തന്നേക്കാം. അതും കിടിലമായ രണ്ടുപേരും. നമുക്ക് അവിടെ ഒരു ഓവർ ഡോസ് ആയിട്ട് നമുക്ക് മാർട്ടിൻ ചേട്ടനെയും പ്രതിഭേട്ടനെയും അപ്പം ഇവിടെ നമ്മളൊരു പാരഡി കോമ്പറ്റീഷൻ നടത്താൻ പോവാണ്. മാർട്ടിൻ ചേട്ടാ പ്രതിഭേട്ട കളറാക്കാൻ ഇങ്ങ് പോന്നേ. അപ്പൊ നിങ്ങളെ ഞാനിവിടെ ഇടം വലം നിർത്തിയ സ്ഥിതിക്ക് ഇടം വലം നോക്കാതെ നിങ്ങൾ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നോണം. അപ്പോ വളരെ സന്തോഷം. നമുക്ക് ആരംഭിക്കലാമാ? ആരംഭിക്കാം. തുടങ്ങലാമാ? ദേ മാവേലി കൊമ്പത്ത് ടീം യൂസഫക്ക് അങ്ങ് കയറ്റി വെച്ചേക്കുവാണ്. അതിന്റെ മുകളിൽ പോണം, പിന്നെ എന്നാലേ ഓണം കളകാവുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ഡാൻസ് പാട്ട് എല്ലാം വേണം. അത് പാരഡി മുകളിൽ നിൽക്കണം. നമ്മള് വന്നേക്കണെന്ന് അറിയാമോ? ഇല്ല. ചന്ദ്രന്റെ പല്ലക്കിൽ വീടു കാണാൻ വന്ന് ഗന്ധർവരാജകുമാരൻ, അസ്പര രാജകുമാരി. അപ്പൊ നമ്മൾ തുടങ്ങിയായി അല്ലേ? ഓക്കെ. അപ്പം യൂസഫ് ഖാന്റെ മോളില് അടുത്ത പാട്ട് ഇവിടെ നിന്ന്. ഓക്കെ. അപ്പൊ നമ്മള് പറയുമ്പോ ചെറിയതായിട്ടൊരു കാര്യം പറയാതിരിക്കാൻ നിവർത്തില്ല. ഓണത്തിനോട് പെട്ടുകച്ചവടവും അതുപോലെ തന്നെ ദേമാവലി കൊമ്പത്തും ഒരുപാട് ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 1991 ഞാൻ ശരിക്കും ഓണത്തിനടക്ക് പുട്ടുകച്ചവടത്തിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ 2 ടീമായെങ്കിലും ആരോഗ്യകരമായ ഒരു മത്സരം ഉണ്ടായിരുന്നു. അത് തന്നെ ആയിരിക്കണം ഇവിടെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് പാടാം. നമുക്ക് അങ്ങനെ സൗണ്ട് അടിച്ചു പോകാം. ആദ്യമായിട്ട് ഞാൻ പാടുന്ന പാട്ട് ലോൺ എടുത്ത് വീട് പണിത ഒരാളുടെ ഗതികേടാണ്. ഇത് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞ മാട്ടിന്റെ വീട് പണി നടക്കുന്ന സമയമായതുകൊണ്ട് മാട്ടിൻ വന്നിട്ട് പറയാണ് കഷ്ടകാലം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കൊള്ളാലടത്. അങ്ങനെയാണ് വീടിന്റെ പാട്ടുണ്ടായത്. ഓ ശരി. അപ്പൊ നമുക്ക് കേൾക്കാം. വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിരങ്ങി ഞാൻ, ആകെ കടത്തിൽ കുടുങ്ങി ഞാൻ, കെട്ടുതാലി പോലും പണയത്തിലായി. കഷ്ടകാലം കഷ്ടകാലം കഷ്ടകാലം. അഞ്ചാറു ലോഡു കല്ലിറക്കി റോഡരികിൽ യൂണിയൻകാരുമായൊടക്കി, കമ്പിയും സിമന്റും കടം വാങ്ങിയടിച്ചു, ചരലിനു വേണ്ടി ഞാൻ അലഞ്ഞു. പണി ചെയ്യാൻ മടിയുള്ള പണിക്കാരെ തന്നെ ദൈവം എനിക്കു തന്നു നീണ്ട 4 കൊല്ലമീ പണിക്കാരു പണിതിട്ടും വീടിന്റെ തറ പോലും ഉയർന്നിട്ടില്ല. വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിരങ്ങി ഞാൻ. ഈ വിലാപപ്പാരടിക്ക് ശക്തമായ മറ്റൊരു വിലാപപ്പാരടിയുമായിട്ട് ദേമാവലി കൊമ്പത്ത് വരുന്നു. അടിപൊളി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു പാട്ട് വരുന്നു. വിലാപഗാനം പാടാൻ പോകുന്നു.
മറ്റൊന്നുമല്ല, നമ്മുടെ നാഷിക എഴുതി ദേമാവലി കൊമ്പത്തുന്നൊരു കാസറ്റിലൂടെ പാടി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസ് സാറിനെ കുറിച്ചൊരു പാട്ടാണ്. അപ്പം എല്ലാ മലയാളികളോടും അനുവാദം ചോദിച്ചുകൊണ്ട്, എല്ലാ മ്യൂസീഷ്യൻസിനോടും അനുവാദം ചോദിച്ചുകൊണ്ട് ദാസേട്ടനെ കുറിച്ചുള്ള നമ്മുടെ നാഷിക എഴുതി പാടിയ ആ പാട്ടിന്റെ ഒരു 4 വരി ഞങ്ങളുടെ സൈഡിൽ ആ ശബ്ദം മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം. നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. നിങ്ങൾക്ക് ദാസേട്ടൻ, അപ്പോ ഞങ്ങൾക്ക് പ്രദീപ് മാർട്ടിൻ ഉണ്ടല്ലോ. അപ്പൊ അന്നേരം അവിടെ നിന്ന് ആരും ഇല്ലല്ലേ? റാപ്പിന്റെ ആളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ശരിക്കും ഇത് ഓണത്തിന്റെ മെഗാ ചാർജാണ് ഓണം. തമ്പത്തിന് പൊന്നോണം എന്ന് പറയുന്നത് പോലെ ഓണത്തിനിടക്ക് പുട്ടുകച്ചവടത്തില് ഞാനും പ്രചോദം കൂടിയൊക്കെ ഏകദേശം പാടി തീർത്തൊരു പാട്ടാണത്. നമ്മൾ ഇച്ചിരി തണുത്ത് പോയിട്ടുണ്ട്, കർക്കിടക കാറ്റും തുലാവർഷ പേമാരിയും കറുത്തിരുന്ന മാനവും കണ്ടാൽ മലയാളികൾ ഭയപ്പെടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പൊന്നിച്ചിങ്ങ മാസത്തിലെ പൊൻതിരുവോണം. ഇപ്പൊ തിരുവോണം മാത്രമേ കലണ്ടറിലുള്ളൂ. അപ്പോ ബാക്കിയെല്ലാം നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഓണമായിട്ട് ഇങ്ങനെ കൊണ്ടാടുകയാണ്. കണ്ടാടുന്നു. കാരണം മൊബൈൽ എന്ന് പറഞ്ഞ യന്ത്രം നമ്മുടെ കയ്യിലേക്ക് വന്നതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് നമ്മൾ ഈ പാട്ട് പോയത്. കാരണം മൊബൈൽ കണ്ടുപിടിച്ചതോടി ചുണ്ടിൽ നിന്ന് മന്ത്രം പോയി, ഈ കയ്യിൽ ഈ യന്ത്രം കിട്ടി ജീവിക്കാനുള്ള കുതന്ത്രത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോ അതിന്റെ ഫലമായിട്ട് മൊബൈൽ നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോൾ കലണ്ടറിന്റെ കഥ കഴിഞ്ഞു, ടോർച്ചിന്റെ കഥ കഴിഞ്ഞു, ടിവിയുടെ കഥ കഴിഞ്ഞു, റേഡിയോയുടെ കഴിഞ്ഞു, ഡൈനാമോയുടെ കഥ കഴിഞ്ഞു, അതുപോലെ തന്നെ മൂന്നാന്റെ കഥ കഴിഞ്ഞു, നിരവധി പേരുടെ കഥ കഴിഞ്ഞു. ഇത് ഈ മൊബൈല് ഭാര്യയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പാസ്വേഡും കൂടി അറിയാമെങ്കിൽ ഭർത്താവിന്റെ കഥ കഴിഞ്ഞു. അപ്പോ അത് എല്ലാം വന്ന ഒരു കാലഘട്ടത്തിലാണ് TV എന്ന് പറയുന്ന ചതുരത്തിലുള്ള സാധനം നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ നമ്മുടെ ഓണങ്ങളെല്ലാം ഇങ്ങനെയായി മാറി. അതിൽ മനം നൊന്തുകൊണ്ടാണ് ആ പാട്ടുണ്ടായത്. അത് മനോഹരമായ ഒരു കലാകാരൻ എഴുതിയ മനോഹരമായ വരികള്. അദ്ദേഹം നമ്മളെ വിട്ടുപോയി. എനിക്കും പ്രചോദനമൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു. കുട്ടനാടൻകാരനായിരുന്നു. BR പ്രസാദ് ആയിരുന്നു. ഇല്ലേ? അങ്ങേരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ പാട്ടിന്റെ മറ്റൊരു വെർഷനാണ്. റെഡി. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്കിക്കളി, നാടൻകളി, നാട്ടിൽ കളി കാണാനില്ലിന്നിപ്പോൾ ജാതിക്കളി, പാർട്ടിക്കളി, ഒരു മാത്രനാശക്കളി, അങ്ങടുതല്ല ഇങ്ങടുതല്ലായി. നാട്ടിലൂഞ്ഞാലാട്ടമില്ല, വീട്ടിലോണത്തിനൂണുമില്ല, ഇന്ന് പൂക്കളം തീർക്കലും മാർപ്പുവിളികളും ടിവിയിൽ മാത്രമായി. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്കിക്കളി, നാടൻകളി, നാട്ടിൽ കളി കാണാനില്ലിന്നിപ്പോൾ ജാതിക്കളി, പാർട്ടിക്കളി, ഒരു മാത്രനാശക്കളി, അങ്ങടുതല്ല ഇങ്ങടുതല്ലായി. പണ്ടുപണ്ടേ നമ്മളെല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോൽ മമ്മതെന്നും തൊമ്മിയെന്നും ഭേദമില്ലാതെ നിന്നിരുന്നു. നാട്ടിലെല്ലാം മായമല്ലേ, കാണുന്നതൊക്കെയും വ്യാജനല്ലേ, കള്ളവാറ്റും പെണ്ണുകേസും നാട്ടിൽ പെരുകുന്ന കാലമല്ലേ. ഓണമുണ്ണാനും കോടി വാങ്ങാനും ചില്ലിക്കാശില്ല, നാട്ടിൽ ഊഞ്ഞാലാട്ടമില്ല, ഓണത്തിനോണമില്ല, ഇന്ന് പൂക്കളം നിൽക്കലും മാക്കുവിളികളും ടിവിയിൽ മാത്രമായി. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്കിക്കളി, നാടൻകളി, നാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ ജാതിക്കളി, പാർട്ടിക്കളി, ഒരു മാത്രനാശക്കളി,
അങ്ങട് തല്ലിങ്ങട് തല്ലായി നാട്ടിൽ ഊഞ്ഞാലാട്ടമില്ല പിന്നെ ഓണത്തിനോടുമില്ല ഇന്ന് പൂക്കളം തീർക്കലും മാർക്കുവിളിക്കലും ടി വിയിൽ മാത്രമായി. ശരി, ആക്ഷൻ സോങ് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ജില്ലായിട്ട് നിൽക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ചില പാട്ടുകളുടെ ഈരടികൾ കേൾക്കുമ്പോൾ ചില പാരടികൾ ഇതിനേക്കാൾ മനോഹരമായി കേട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അയ്യോ പാരടി അടിപൊളിയാണ് എന്ന് നമ്മൾ തോന്നും. അപ്പൊ ഇത് ആക്ഷൻ സോങ് അല്ല, പക്ഷേ ഇതിനകത്തൊരു കഥ പറഞ്ഞു പോകുന്നത് ഒരു വീട്ടിൽ മദ്യപിച്ചിട്ട് വെള്ളമടിച്ചിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഇവിടെ നീ മനസ്സിലാരെ കുറിച്ചും ചിന്തിക്കുന്നില്ലല്ലോ. ഇല്ല, എന്നെ കുറിച്ചല്ല, ആരുമില്ല. പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറെ സങ്കല്പങ്ങൾ കാര്യം. ഇത് എഴുതിയിരിക്കുന്നത് കൊച്ചിൻ മിമിക്കയാണ്. മിമിക്കയുടെ വരികൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പൊ നമ്മളൊക്കെ ഇടയ്ക്ക് ടെൻഷൻ മാറാൻ വേണ്ടി കേൾക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പാട്ട് ഞാൻ ഈ സമയത്തൊന്ന് പാടട്ടെ. വെരി ഗുഡ്. ഓക്കെ. ചാണ്ടി തൊഴിച്ചതു ഭാര്യയുടെ മുതുകത്ത് പട്ടയടിച്ചു കിറങ്ങിയ നേരത്ത് ചട്ടിയെടുത്ത് എറിഞ്ഞത് മുറ്റത്ത് ആ ചട്ടി പതിച്ചൊരു പട്ടിയുടെ മയ്യത്ത് ചാണ്ടി തൊഴിച്ചതു ഭാര്യയുടെ മുതുകത്ത് പട്ടയടിച്ചു കിറങ്ങിയ നേരത്ത് ചെത്ത് കഴിഞ്ഞു വരുന്ന വഴിക്ക് കള്ളു കൊടുത്തത് ചെല്ലപ്പൻ. ഇത് ചെല്ലപ്പൻ, കള്ളു ചെല്ലപ്പൻ. ചാണ്ടിയുടെ പെണ്ണിനെ പറ്റി ഒരേഷണി കൂട്ടി മെനഞ്ഞത് വല്യപ്പൻ. ഇത് വല്യപ്പൻ, അത് നിന്റെപ്പൻ. അത് കേട്ട് നടു റോഡിൽ നിന്നൊരുപാട് ഭരണിപ്പാട്ടുകൾ തറവാടി ചാണ്ടിച്ചൻ പാടി. ഉടുമുണ്ടും തലയിൽ കെട്ടി തിരുവാതിര ചോടും വെച്ച് കടവാവല് പോലവനോടി. അരിശം തീർത്തത് ഭാര്യയുടെ മുതുകത്ത്, ഭാര്യ തിരിച്ചു കൊടുത്തത് മോന്തയ്ക്ക്. ചാണ്ടിയുടെ തൊഴി ഏറ്റിരിക്കുന്നു. ഇതുവരത്തെ അവസ്ഥയിൽ നമ്മളാണ് സ്കോർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് അല്ല, പ്രചോദനം നന്നായിരുന്നു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു ഇത്രയും കേട്ട പാട്ടുകൾ വെച്ചൊരു അഭിപ്രായം നമ്മുടെ തെസ്നിത്ത ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. തെസ്നിത്ത എന്താ പറയാനുള്ളത്? രണ്ടുപേരും കട്ടയ്ക്കാണ് നിൽക്കുന്നത്. എന്നാലും ആരുടെ ഭാഗത്താണ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്? അത് പറയാൻ പറ്റില്ല, കാരണം രണ്ട് ഭാഗത്തും പുലികളാണ്. ഓക്കെ, നമ്മളെ ചേച്ചി പാട്ടിനെ കുറിച്ച് സത്യമാണ്, എല്ലാവരും പാട്ടുകാരാണ്. പക്ഷേ ദേവി ചേച്ചി, മാർട്ടിൻ ചേട്ടന്റെ ഡാൻസിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റത്തില്ലേ? ചേച്ചി ഒരു ഡാൻസർ ആണ്, ഓഫ് കോഴ്സ് പറയാൻ പറ്റും. അതുപോലെ ഡാൻസ് കളിക്കാൻ മാർട്ടിൻ ചേട്ടന് മാത്രമേ അല്ല, ഇതൊരു സീനിയർ മോസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഈ പാരഡി ഗാനങ്ങളെ കുറിച്ചും പാരഡി എഴുതുന്നവരെ കുറിച്ചും പാരഡി പാട്ടുകളെ കുറിച്ചും തെസ്നിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന് പാരഡി പാട്ടിലാണ് ഞാൻ ഫസ്റ്റ് വരുന്നത്. അതെ, ഒന്ന് പറയാം. അത് ഏത് പാട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പുകലക്കടക്കാരൻ വാസുള്ള ചേട്ടന്റെ മോളടി, നമ്മുടെ ബാലഗോപാലനെ കൂടെ പഠിപ്പിച്ച മാലതി. അത് ഡബിൾ റോളാ. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് കൂടെ അഭിനയിക്കാൻ? അശോകേട്ടനും ഞാനുമാണ് പ്രായമായിട്ട്. ഹരിശ്രീ അശോകൻ ചേട്ടനും ഞാനും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തന്നെ ടീനേജ് ആയിട്ട് ചെറിയ പെണ്ണായിട്ട് നടന്നു പോവാണ് കോളേജില്. അതാണ് പുകലക്കടക്കാരന്റെ മോള്. എന്റെ പുറകെ പ്രായമുള്ള റോളും ചെറിയ റോളും രണ്ടും ടെസ്റ്റിന് എടുത്തത്. കാരണം അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ റോള് ടെസ്റ്റിന് അഭിനയിച്ചോളും, പിന്നെ പ്രായമായ റോള് വരുമ്പോഴും അധികം മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ എന്ന് ഓർത്താ ഞാൻ രണ്ടും. അത് അന്നും ഇന്നും പറയും, അന്നും ഇന്നും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷാ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അടുത്ത പാട്ട് നമുക്ക് തിരിച്ചു കൊടുക്കണം. മാർട്ടിൻ ചേട്ടാ, വിത്ത് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് മോനെ പേട്ടോ അങ്ക ആരംഭിക്കാം. റെഡി. ഒന്നാം തീയതി ഹർത്താല്, രണ്ടാം തീയതി ബസ് സമരം, മൂന്നാം തീയതി നാലാം തീയതി റാലി, കേരള നാട്ടിൽ പണിമുടക്കിന്റെ പൂരം. മറ്റുള്ള സ്റ്റേറ്റുകാർ ജോലിയെടുക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ കൊടികൾ പിടിക്കും. മറ്റുള്ള നാട്ടുകാർ വിത്തു വിതയ്ക്കുമ്പോൾ നമ്മുടെ ആളുകൾ വെട്ടി നിരത്തും. മലയാളി മാറിയിട്ട് ബംഗാളി വാഴുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്, പണ്ട് മാവേലി വാണൊരു നാട്.
ഒന്നാം തീയതി ഹർത്താല്, രണ്ടാം തീയതി ബസ് സമരം, മൂന്നാം തീയതി നാലാം തീയതി റാലി. കേരള നാട്ടിലെ പണിമുട്ടക്കിന്റെ പൂരം. ഞങ്ങള് മുൻതൂക്കം കൂടി ഇതോടുകൂടി തീരും മുൻതൂക്കം. അതായത് കല്യാണം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒന്ന് കെട്ടി മടുത്തിരിക്കുകയാണ്. പക്ഷെ എത്ര കെട്ടിയിട്ട് മടുക്കാത്ത ഒരാളെ കുറിച്ചാണ് ഈ പാട്ട്. കല്യാണം കഴിക്കുമ്പോൾ ഒരു ദോഷം തീരുന്ന വെച്ച് പിന്നെ കെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ തീരുന്ന ദോഷം സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അന്ത്രുക്കാക്ക 9 കെട്ടിയ കഥയാണ്. ഓക്കെ, അടിപൊളി. അന്ത്രുക്കാക്ക 9 കെട്ടി, വീണ്ടും കെട്ടാൻ പദ്ധതി കൂട്ടി. 5-6 പിന്നെ കെട്ടി, പട്ടാമ്പിന്നൊരു തട്ടും കിട്ടി. പൂവാലനാം അന്ത്രുക്കാനെ പിടികൂടാൻ ചിലർ ചട്ടം കെട്ടി. ചാലക്കുടി വെച്ച് ആളെ പിടികൂടി, പൊക്കിയെടുത്തു മരത്തി കെട്ടി. പാട്ടിപ്പട പോലെ ആളുകളും കൂടി ചാമ്പി അന്ത്രുക്കായെ ഇഞ്ചപ്പദമാക്കി. അന്ത്രുക്കാക്ക 9 കെട്ടി, വീണ്ടും കെട്ടാൻ പദ്ധതി കൂട്ടി. ഇത് സൂപ്പർ ആയിരുന്നു, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ. അതെ, വേറൊന്നുമല്ല, നമ്മുടെ കൂടെ എന്താണ് കുറച്ചു ദിവസം മുൻപാണ് ഈ ഒരു ഷൂട്ട് നടന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു സീറ്റിൽ ഇരിക്കേണ്ട ഒരാളായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവൻ നവാസ്, അല്ലേ? ഇപ്പോഴും എവിടെയൊക്കെ ഉണ്ട് നവാസ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൂടുന്ന സ്ഥലത്ത് നവാസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നവാസ് ഉണ്ടാവും. നവാസ് നല്ലൊരു ഗായകനായിരുന്നു. പാരഡി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. പാരഡി ഗാനങ്ങൾ നന്നായിട്ട് പാടുന്ന ഒരാളായിരുന്നു, അല്ലേ? അപ്പം നവാസിന്റെ ഒരു പാട്ട് കേൾക്കണമെന്ന് എനിക്ക് പേഴ്സണലി ഒരു ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഈ പാട്ടിന്റെ നവാസ് പാടിയ ഞാൻ പാട്ട് പാടാം. ഒരു പാട്ട് എനിക്ക് അറിയാം, കുറച്ചു വരെ എനിക്കറിയാം. ഓക്കെ. പക്ഷെ ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നവാസ് അത് നമ്മുടെ മാമുക്കോയുടെ ശബ്ദത്തിലാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. മാമുക്കോയെ പോലെ പാടിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ എനിക്ക് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് സാധാരണ എനിക്ക് പറ്റുന്ന ശബ്ദത്തിൽ ഞാൻ തീർച്ചയായും അത്രേ ഉള്ളൂ പ്രതിഭട്ട. കാര്യം നവാസിന്റെ ഒരു പ്രസൻസ് നമ്മൾ ഇവിടെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നവാസ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ നവാസിന്റെ ഒരു പാട്ട് പ്രതിഭേട്ടന്റെ വോയിസിൽ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. താങ്ക് യു. ബച്ചനെന്നൊരു കൊച്ചൻ, ഞമ്മടെ അഭിഷേക് ബച്ചന്റെ അച്ഛൻ. ബച്ചനെന്നൊരു കൊച്ചൻ, ഞമ്മടെ അഭിഷേക് ബച്ചന്റെ അച്ഛൻ. പണ്ടൊരു കാലം പുള്ളി ഷോലെ നടിക്കണ കാലം. ചാൻസും ചോദിച്ച് കരഞ്ഞും കൊണ്ടെത്തി, ചാൻസും ചോദിച്ച് കരഞ്ഞും കൊണ്ടെത്തി. മീശ വളർത്തിയ ചുരുൾമുടിയൻ, താടി വളർത്തിയ ഒരു തടിയൻ, അംജദ് ഖാൻ എന്നൊരു പഹയൻ. ബച്ചനെന്നൊരു കൊച്ചൻ, ഞമ്മടെ അഭിഷേക് ബച്ചന്റെ അച്ഛൻ. പണ്ടൊരു കാലം പുള്ളി ഷോലെ നടിക്കണ കാലം. അടിപൊളി. ഇത് എഴുതിയത് മറ്റാരുമല്ല, ശരിക്കും പറഞ്ഞാൽ മീറ്ററിങ്ങിൽ ഞാൻ കണ്ടിട്ടുള്ള പാരഡി എഴുതുന്ന 3 പേരാണ് മീറ്ററിങ്ങിൽ വലിയ സ്റ്റാറുകൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അത് വലിയ ആള് മിമിക്കയാണ്, അതിനുശേഷം നമ്മുടെ നാദിർഷയാണ്, അതിനുശേഷം വന്ന തലമുറയിൽ ഷിജു അഞ്ജുമനെയാണ്. തന്നെ നവാസ് ആണെങ്കിൽ പോലും എല്ലാ പാട്ടുകളും വളരെ മനോഹരമായി പാട്ട് പാടുന്ന ഒരാളാണ്. എല്ലാ പാട്ടും വളരെ ഗംഭീരമായിട്ട് പാടുന്ന ഒരാളായിരുന്നു. ഇപ്പൊ എസ് ജാനകിയമ്മയുടെ സൗണ്ട് ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, അത് വളരെ ക്ലാരിറ്റിയോടും പെർഫെക്ഷനോടും കൂടി പാടുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടന്റെ വിയോഗവും, അല്ലേ ഷാജോൺ? അപ്പൊ ചേട്ടാ, എപ്പോഴും മണിച്ചേട്ടന്റെ പാട്ടുകൾ എല്ലായിടത്തും ആഘോഷമാണ്. എല്ലാ ഉത്സവ പറമ്പുകളിലും എല്ലായിടത്തും ആഘോഷമാണ്. അപ്പൊ ഈ ഓണത്തിന് നമുക്ക് മണിച്ചേട്ടന്റെ ഒരു ആഘോഷ പാട്ട് പാടിയിട്ട് നമുക്ക് ഈ കോമ്പറ്റീഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കല്ലേ വേലായുധാ, എന്റെ മോളെ കട്ടത്തിലാക്കല്ലേ വേലായുധാ. കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനെന്തിനീ പണി ചെയ്തു. കല്യാണം കുട്ടികളില്ലട വേലായുധാ, കല്യാണം കുട്ടികളില്ലട വേലായുധാ.
പെണ്ണ് കെട്ടിയ കാലും കെട്ടും കുട്ടികളായ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതിക്കളി വേലായുധാ കാര്യം കഴിഞ്ഞു മതിക്കളി വേലായുധാ പരുമണിക്കൊത്തൊരു പെണ്ണ് പാവം വേള പാടും പെട്ടു പേക്കോലം പോലായില്ലട വേലായുധാ പേക്കോലം പോലായില്ലട വേലായുധാ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ പെണ്ണിന്റെ പഞ്ചാരപ്പുഞ്ചിരി കട്ടങ്കലക്കന്റെ കച്ചോടം പെണ്ണിന്റെ പഞ്ചാരപ്പുഞ്ചിരി കട്ടങ്കലക്കന്റെ കച്ചോടം അന്നത്തെ ചന്ദല കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി അന്നത്തെ ചന്ദല കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ മീനും കൊണ്ടഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ടഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചോടം വെള്ളത്തിലായി നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചോടം വെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ ഒരുപാട് വേണ്ടപ്പെട്ടവരെ നന്നായിട്ട് മിസ് ചെയ്യും. ഞാൻ അടുത്തതായിട്ട് ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് എന്തോ പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത് മാത്രമല്ല മലയാളക്കരയാകെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ആർക്കാണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? നമുക്കൊന്ന് കാണാം. ഓക്കെ. അതെ, എല്ലാരും ഒന്ന് നിന്നെ. പാട്ടൊക്കെ ഗംഭീരായി. ഓണക്കാലത്ത് നിങ്ങൾ എല്ലാവരും കൂടി തന്നെയല്ലേ എന്നെ മാവേലിയാക്കിയത് അല്ലേ? ആ കാസറ്റുകാര് 2 കൂട്ടരും ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ 2 കൂട്ടർക്കും ഓണത്തിന് മാവേലി ഞാനായിരുന്നല്ലോ. ദേ, കള്ളവും ചതിയുമില്ലാത്ത നിഷ്കളങ്കനായ ഒരാളുടെ മുഖമെന്ന് പറഞ്ഞാൽ അതാരാ? ഞാൻ തന്നെയല്ലേ? അപ്പൊ ഓണായാൽ മാവേലി വേണമെന്ന് പറയുന്ന പോലെ ഞാനും ഇവിടെ വേണ്ടേ? ഞാനില്ലാത്ത സ്ഥിതിക്ക് പകരം ഒരാളെ ഞാൻ പറഞ്ഞു വിടാം. മോനെ ഇന്നു, നീ ധൈര്യമായിട്ട് കേറിപ്പോരടാ. നമ്മുടെ പിള്ളേരായെല്ലാം. ഹലോ, നമസ്കാരം. ഇന്നു വെൽക്കം. അപ്പം ഇന്നുനെ നമ്മൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഇന്നസെന്റ് സാറിന്റെ കൊച്ചുമകനാണ്. അതും പേര് ഇന്നസെന്റ് എന്ന് ആണ് അല്ലെ? അപ്പം ഇന്നു ഇപ്പം സിനിമയിലേക്കൊക്കെ കയറി. അപ്പം എന്താണ് ഈ ഒരു ഇത്രയും, അതായത് അപ്പാപ്പന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട് ഇവിടെ, എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ വരാൻ സാധിച്ചാല്. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്റെ അപ്പാപ്പന്റെ കൂട്ടുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഞങ്ങളുണ്ട് മോന് കൂട്ടായിട്ട്, ഞങ്ങളുണ്ട്. പേടിക്കണ്ട മോനെ. കലകി. ആക്ച്വലി ഇന്നസെന്റ് എന്നുള്ള പേര് ആരട്ടെ? അപ്പാപ്പൻ തന്നെയാണ്. ആണ്. അപ്പൊ ഒരു വീട്ടില് 2 ഇന്നസെന്റ്. എന്നെ വീട്ടിൽ ഇന്നുന്നാ വിളിക്കുക. ഓക്കെ. അപ്പൊ അപ്പാപ്പന് സ്നേഹത്തോടെ ഇന്നു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വേറൊരു കാര്യം ഇന്നു ഞാൻ കേട്ടു, നിങ്ങളുടെ കുടുംബത്തില് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരേ ഒരാള് ഇന്നു ആണെന്ന് ഞാൻ അറിഞ്ഞു. സത്യമാണോ? അത് ശരിയാണ്. ആണ്. ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ 3rd ഇയർ ക്രൈസ്റ്റ് കോളേജില് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ്. ആണ്. അത് മാത്രല്ല എന്തോ സിനിമ കഥ കൂടെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതെന്താണ്? എനിക്കൊരു സിനിമയിൽ അഭിനയിക്കുന്നുള്ളത് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് അതിനൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. എന്റെ കൂടെ ടിനി ടോമംഗിൾ അഭിനയിക്കുന്നുണ്ട്. ടിനി ടോമംഗിളുടെ മകൻ ആദം എന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാദുഷാങ്ങളുടെ മകൻ സഹീർ ബാദുഷയും എന്റെ ഒപ്പം അഭിനയിക്കുന്നുണ്ട്. ഒരു +2 വിദ്യാർത്ഥി ആയിട്ടാണ് ഞാൻ അതിൽ അഭിനയിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്റെ ഒപ്പം തീർച്ചയായിട്ടും. അത് ഇന്നുന്റെ വേറൊരു സംഭവം ഉണ്ട്. അതായത് ക്രൈസ്റ്റ് കോളേജിൽ അഡ്മിഷൻ വന്നപ്പോ
ഇവരുടെ അതായത് സോണറ്റിനും അതുപോലെ തന്നെ ഇന്നസെന്റ് ഏട്ടനും ഇരിങ്ങാലക്കുടയിലുള്ള ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നുവിനാണ് ആ ഭാഗ്യം കിട്ടിയത്. അപ്പൊ അവിടുത്തെ അച്ഛൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നീ ഇവിടെ പഠിച്ചു പൂർത്തിയാക്കുവോ? ഇവന്റെ ഒറ്റ വാക്കേ മറുപടി പറഞ്ഞുള്ളൂ, സിനിമ കിട്ടിയാൽ ഞാൻ പോകട്ടെ അച്ഛൻ. അതങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് വൈകിട്ട് അപ്പാപ്പൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലെപ്പോഴും അപ്പാപ്പന്റെ ഒപ്പം ഞങ്ങൾ ഒരുമിച്ച് റൗണ്ടൊക്കെ അടിക്കും. ആ സമയത്ത് ഞങ്ങൾ ക്രൈസ്റ്റ് കോളേജിന്റെ മുന്നിൽ ഇങ്ങനെ പോണ സമയത്ത് അപ്പാപ്പൻ പറയും, ഇന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ക്രൈസ്റ്റിൽ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല, നീ എങ്കിലും പഠിച്ച് കയറിക്കോളോടാ എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ഓണക്കാലമാണ്. അപ്പം അപ്പാപ്പനുമായിട്ട് നല്ലൊരു ഓണക്കാലത്തെ എന്തെങ്കിലും ഒരു ഓർമ്മകളോ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടാവോ? അപ്പാപ്പൻ ഓണക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ആ സമയങ്ങളിൽ ഷൂട്ടും കാര്യങ്ങളൊന്നും അപ്പാപ്പൻ ഏൽക്കില്ല. ഞങ്ങൾ ഒരുമിച്ച് സദ്യയൊക്കെ ഉണ്ണും. ഒരു ആഘോഷം തന്നെയായിരുന്നു. അപ്പാപ്പുള്ളപ്പോ വീട്ടില് വളരെയധികം ഒരു സന്തോഷവും ആ ഒരു അപ്പാപ്പന്റെ തമാശകൾ ശരിക്കും ഇപ്പോഴാണ് അപ്പാപ്പനെ ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നത്. കാരണം കോളേജ് എന്നൊക്കെ പറയുമ്പോൾ കുറെ പഠിത്തത്തിന് അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ഫുള്ള് അടിച്ചുപൊളി. പിന്നെ ഓരോ പരിപാടികൾ വരുമ്പോൾ അതിന്റെ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അപ്പാപ്പനോട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പൊ അപ്പാപ്പൻ എന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം എനിക്ക് മനസ്സിലായി, ഇനി ഒരുപാട് അപ്പാപ്പനെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഓണക്കാലം കൂടെയാണ്. മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു ഓണക്കാലത്ത് ഞങ്ങളൊരു കുഞ്ഞു സമ്മാനം തരട്ടെ. ഇന്നൂന് ഒരു സർപ്രൈസ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്ലീസ് വാ. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. മലയാളികളുടെ മുഴുവൻ ഒരു നഷ്ടമാണ്. പക്ഷേ ഭയങ്കര വീഡിയോ ആയിട്ടാ. ഒരുപാട് സന്തോഷം. ഇന്നൂന് ഇപ്പം അപ്പച്ചനെ കെട്ടിപ്പിടിക്കണം എന്ന് തോന്നില്ലേ? ഞങ്ങൾ അതിനൊന്ന് ശ്രമിക്കട്ടെ. ഓക്കെ, ഒന്ന് കണ്ണടച്ചോ. ഇന്നു നീ പേടിക്കണ്ടടാ, ദേ ഞാൻ എത്തി. ചേട്ടാ അടിപൊളിയായിട്ടില്ല. എന്താ ഇന്നൂന് സുഖമല്ലേ? സുഖം. ഇന്നു ഞാനൊരു കാര്യം പറയട്ടെ, നല്ലോണം ഒന്ന് കെട്ടിപ്പിടിച്ചേ. എന്നിട്ട് ഞാനൊരു കാര്യം പറയാം. അപ്പച്ചനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ശരിക്കും അതിനൊരു റീസൺ കൂടെ ഉണ്ട്. അത് എന്താണെന്ന് ചേട്ടൻ പറയും. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ജിബ്ബ ഇന്നൂന്റെ അപ്പാപ്പന്റെയാ. അതെ. അതായത് ഞാൻ ഒരു TV പരിപാടിക്ക് അദ്ദേഹത്തോടൊപ്പം ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഞാൻ വെറുതെ തമാശക്ക് ഞാൻ പറഞ്ഞു, സാറിന്റെ ഈ ജുബ്ബ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സ്റ്റേജിൽ പറയാം, ഇത് യഥാർത്ഥത്തിൽ ഇന്നസെന്റ് സാർ ഉപയോഗിക്കുന്ന ജുബ്ബയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, പറയാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു എന്നോട് ഇന്നൂന്റെ അപ്പൻ സോണറ്റ് ചേട്ടൻ മെസ്സഞ്ചറിൽ എന്നോട് പറഞ്ഞു അഡ്രസ്സ് അയക്കാൻ പറഞ്ഞു. ഞാൻ അഡ്രസ്സ് അയച്ചു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും കൊറിയറിൽ എനിക്കൊരു 5 ജുബ്ബ അയച്ചത്. അതിലൊന്നാണ്. അങ്ങനെ ഞാൻ അത് മാറിയിട്ടാണ് ഇപ്പോഴും സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്നത്. ശരിക്കും ആ സൈഡും ഒക്കെ എല്ലാം അപ്പാപ്പന്റെ പോലെ. അതെ, അപ്പാപ്പൻ തന്നെ. അങ്ങനെ വിചാരിച്ചു. ജോബേട്ടനെ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അത് മാത്രമല്ല, മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളിലൂടെ ഇനിയും ഇന്നസെന്റ് സാർ ജീവിക്കും. ഒരുപാട് സന്തോഷം ഇന്നുവിനെ ഇവിടെ കണ്ടതിൽ. ഇതുപോലൊരു വേദിയിൽ മലയാള സിനിമയിലേക്ക് ഇന്നു വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ഈ വലിയ കുടുംബത്തിലേക്ക് ഇന്നുവിനെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഒന്ന് ഇന്നസെന്റ് എന്നൊരു പേര് കേട്ട് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു വലിയ വിഭാഗം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന ഒരാളാണ് ഇന്നുവിന്റെ അപ്പാപ്പൻ എന്ന് പറയുന്നത്. ഇന്നുവിനും അതേപോലെ തന്നെ ഒരു വലിയ സ്ഥാനത്തേക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഞാൻ ഒരുപാട് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നസെന്റ് ചേട്ടൻ ഒരു സിനിമയിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ എത്ര മോശമാണോ എത്ര നല്ലതാണോ എന്നുള്ളതല്ല,
ഇന്നസെന്റ് ഏട്ടനുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം നമ്മൾ എൻജോയ് ചെയ്യും. വേറൊന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക. അത്രയധികം പോസിറ്റീവ് വൈബുള്ള ഒരാളായിരുന്നു ഇന്നുവിൻ്റെ അപ്പാപ്പൻ. ഇന്നുവിനെ അറിയായിരിക്കുമല്ലോ. അപ്പം അതേപോലെ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന, എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരു വലിയ ആളാവാൻ ഇന്നുവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പാപ്പൻ എന്നും ഒരു നല്ല പേര് കൊടുക്കുന്ന നല്ലൊരു ആളായിട്ട് എന്നും മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ശ്വേത ചേച്ചി, എൻ്റെ ആദ്യത്തെ പടം, ആദ്യത്തെ സീൻ ഇന്നസെന്റ് അങ്കിളുടെ കൂടെയാണ്, അനശ്വര മൂവി. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. പിന്നെ ഫാമിലി പരമായ ഭയങ്കര ക്ലോസ് ആണ് ആലിസ് ആൻറ്റിയും ഇന്നസെന്റ് അങ്കിളും. ഇവരെല്ലാം ചെറിയ കുഞ്ഞാവുമ്പോൾ ഞാൻ കണ്ടതാ. ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഇന്നസെന്റ് പേര് മാത്രമല്ല, ഒരു ഇന്നസെന്റ് അങ്കിളുടെ ആ എല്ലാം സ്വഭാവം, എല്ലാം രീതിയും, ക്യാരക്ടർ എല്ലാം അങ്ങനെ തന്നെ കിട്ടട്ടെ, അനുഗ്രഹിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. ഇന്നു മോനെ, ഇന്നു ഈ അങ്കിള് ആദ്യമായിട്ട് മിമിക്രിയിലേക്ക് വരുന്നത് അപ്പാപ്പന അനുകരിച്ചുകൊണ്ടാണ്. ഇന്നസെന്റും ജഗതി ചേട്ടനെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൈയ്യടി വാങ്ങിച്ചിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഞാൻ അറിയപ്പെട്ടിരുന്ന ജൂനിയർ ഇന്നസെന്റ് യൂസഫ് എന്ന് പറഞ്ഞു. ആദ്യകാലങ്ങളിൽ ഞാൻ ചേർത്തല ജൂബിലെ കളിക്കണ സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിച്ചുകൊണ്ടിരുന്നതും ഇന്നസെന്റിനെ ചേട്ടനായിരുന്നു. അപ്പൊ സത്യത്തില് അദ്ദേഹത്തിനോടുള്ള കടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. എന്നെ ഇന്നസെന്റിന് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പഠിപ്പിച്ച് തന്നിട്ട് എൻ്റെ മുടിയൊക്കെ ചരിച്ചീരി ഒരു ട്രൂപ്പിൽ വെച്ചിട്ട് ഒരു കണ്ണാടിയും വെച്ച് നിന്നിരുന്ന ഈ ഇന്നസെന്റ് ചെയ്യ് എന്നും പറഞ്ഞ് എന്നെ കയറ്റി വിട്ടത് യൂസഫിക്കാണ്. എന്റെ ആശാനാണ്. സ്വന്തം കഞ്ഞിയിൽ അവനത് ഓർക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഡോസ് കൊടുത്തത്. അല്ല പറയണമല്ലോ, ഞാനാണ് അവന് ഇന്നസെന്റ്. സത്യം, ഞാനൊരു ട്രൂപ്പ് ആലപ്പുഴയിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എന്റെ ഗുരുനാഥനാണ്, മിമിക്രിയിലെ എന്റെ ഗുരുനാഥൻ. അതൊന്നുകൂടി വെച്ച പറഞ്ഞടാ. എന്റെ ഗുരുനാഥനാണ്. സന്തോഷമായി. ശ്രീദേവി, എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാല് ഇന്നസെന്റ് ഏട്ടൻ എന്റെ റിലേറ്റീവ് ആണ്. അത് പുറത്ത് പറഞ്ഞിട്ടില്ല. ആലീസാൻറ്റി എൻ്റെ ഫാമിലി എന്നാണ്. പക്ഷെ ഇന്നസെന്റ് ഏട്ടൻ ഒരു വിഷുവിന് പറയാമെന്ന് പറഞ്ഞൊരു പ്ലാൻ ചെയ്തു, ഒരു സ്ക്രിപ്റ്റ്. അതായത് അമ്മേന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാനൊരു ചാരനെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഇനി മുതൽ നീ ആയിരിക്കും അവിടുത്തെ കാര്യങ്ങൾ എന്നെ അറിയിക്കണമെന്ന് പറയാം. അപ്പം ഞാൻ പറയുന്നതിൽ കാര്യമില്ലല്ലോ, ഞാൻ ഇന്നസെന്റ് ഏട്ടൻ്റെ ബന്ധം. അപ്പം ഇന്നസെന്റ് ഏട്ടൻ്റെ വായിന്ന് കേട്ടാൽ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം, ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ അന്ന് അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം അങ്ങനെ ഒരു ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. തിരിച്ചു വന്നില്ല ഇന്നസെന്റ് ഏട്ടൻ. അതെൻ്റെ എല്ലാ വിഷു വരുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ പറയാൻ കാരണം ഇന്നുള്ളത് കൊണ്ടാണ്. ഇന്നുവിനറിയാം, ആലിസ് ചേച്ചി എൻ്റെ ഇളയപ്പൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ അത് പറയാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നില്ല. പക്ഷേ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്തതാണ്. കാരണം ഇന്നസെന്റ് ഏട്ടൻ്റെ വായിൽ നിന്ന് അത് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഐ മിസ് യു ഇന്നസെന്റ് ഏട്ടൻ. നിനക്ക് വയ്യടാ. ഞാൻ വയ്യല്ല, എക്സ്. 95 കോമഡി. പിന്നെ ഞാൻ ഈ വർഷത്തെ കോമഡി അല്ലാതെ 2025 കോമഡി പറയാൻ പറ്റും. 2025 ഇത് ഉൾട്ടടിക്കും ചിലപ്പോ. കേസ് അവിടെ നിൽക്കിട്ട് ഏൽപ്പിച്ച കാര്യം എന്തായാലും ഏൽപ്പിച്ച കാര്യം എല്ലാം ഓക്കെയാണ്. നിന്റെ കാമുകി സിന്ധുവിന് നീ കാസറ്റ് റെക്കോർഡ് ചെയ്ത് തന്നു. അവള് മറുപടി ആയിട്ട് റെക്കോർഡ് ചെയ്ത് തന്ന കാസറ്റ് ഞാൻ വായിച്ചോണ്ട് വന്നിട്ടുണ്ട്. അത് കാസറ്റ് അല്ല, അതാണ് എന്റെ സിന്ധു. ഞാൻ സിന്ധുവിനൊന്ന് കറക്കി നോക്കട്ടെ. ഞാൻ കറക്കി വെച്ചിരിക്കാൻ നീ കറക്കണ്ട. അറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ ഈ പ്രേമ കാസറ്റ് നിന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രേമത്തിന്റെ ഇടയില് മുസ്തഫയായിട്ട് പിന്നെ ഞാൻ നിൽക്കൂല. ജംഗ്ഷനിൽ ഇറച്ചിട്ട് പേരെന്തോന്ന്? ഹംസയായിട്ട് ഞാൻ നിൽക്കൂല. അതിന്റെ ഇടയിൽ ഒരു പൂജ വിട്ടാലും ഞാൻ നിൽക്കൂല. എന്താണെന്നറിയാം, എനിക്ക് പ്രേമമില്ല. എനിക്ക് പ്രേമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുക. പറഞ്ഞോട്ടെ, പ്രേമം ഇല്ലെന്ന്. അവൻ ഗൾഫിലായിരുന്നപ്പം എനിക്കൊരു സൂപ്പർ പ്രേമം ഉണ്ടായിരുന്നു. അവൾ എന്നെ പ്രേമിച്ച് പ്രേമിച്ച് തോപ്പിച്ചു. അതാണ് പെണ്ണ്, അതാവണം പെണ്ണ്. എങ്ങനെയാണ് തോപ്പിച്ചേ? എനിക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നുള്ളൂ, അവക്ക് 6 പ്രേമം ഉണ്ടായിരുന്നു. അപ്പൊ അവളല്ലേ ജയിച്ചത്? പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാസറ്റ് തരൂല, കാസറ്റ് തരൂല. നീ കഴിഞ്ഞ വർഷം ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ എനിക്ക് എമർജൻസി ലൈറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന. എടാ നന്ദിയില്ലാത്തവനെ, എമർജൻസി ലൈറ്റ് കിട്ടാത്തോണ്ട് നിനക്ക് ഗൾഫിൽ നിന്ന് 4 ഗൾഫ് ചട്ടി ഞാൻ കൊണ്ട് തന്ന. കൊള്ളാം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. കറണ്ട് പോകുമ്പോഴേ എമർജൻസിക്ക് പകരം ഈ 4 ചട്ടി
4 സൈഡ് തൂക്കിയിട്ട് കത്തിക്കാം. എടാ നിനക്ക് ടൈഗർ ബാമ്പ് ഞാൻ കൊണ്ട് തന്ന്. ഓ ചട്ടി കത്തുമ്പോ തേക്കാൻ പറ്റിയ സാധനം. നിനക്ക് ഈ നീറുന്ന അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അടേ. എടാ നീ അങ്ങനെ സംസാരിക്കരുത്. നിനക്ക് ഉഗ്രനൊരു ലുങ്കി ഞാൻ കൊണ്ട് തന്ന. അല്ല ഗൾഫ് ലുങ്കി. ആ ലുങ്കിയിൽ പ്രത്യേകത അറിയാം. ഉടുത്തെന്ന് അറിഞ്ഞുകൂടാ, അതാണ് ലുങ്കി. സത്യം, ഉടുത്തെന്ന് അറിയൂല. ആ ലുങ്കി ഉടുത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ മഹിളാ സമാജത്തിന് പോയി. ഞാൻ ഉടുത്തിട്ടില്ലായിരുന്നു. അവന്മാരെല്ലാം കൂടി ഞാൻ തുണിയില്ലാത്ത ഇന്നേന് ക്യാസ് കൊടുത്ത് അവസാനം ഈ മഹിളാ സമാജത്തിൽ നിന്ന് ഞാൻ ഉള്ള സമാജവും കൊണ്ട് ഓടി. അത് പോട്ടറാ. നിനക്ക് പോട്ടെന്ന് പറയും, എന്റെ അല്ലേ സമാജം. അങ്ങനെ പറയരുത്. ലുങ്കി പൊളിഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് നല്ലൊരു ടോർച്ച് കൊണ്ടുവന്നു. ഓർമ്മയുണ്ടോ? ഗൾഫ് ടോർച്ച്. ഇവിടെ നിന്ന് അടിച്ചോ ലൂലോ അവിടെ വരെ കാണും. കറക്റ്റ്, ഇവിടെ നിന്ന് അടിച്ച അവിടം വരെ കാണും. അതുപോലെ തന്നെയായിരുന്നു എവന്റെ ലുങ്കിയും. ടെൻഷനിൽ ഞാൻ ഉടുത്തോണ്ട് നിന്നാലേ അതിന്റെ ഇടയിൽ കൂടെ നോക്കിയാ എന്റെ വീട് കാണാം. ഒരു മാമൻ വന്ന് എന്റെ അടുത്ത് ചോദിക്കുന്നു, എടാ നിന്റെ കയ്യിലെ അടിയിൽ കൂടെ എന്താ കാണുന്നത്? നിന്റെ വീട്ടിൽ TV ഇല്ലല്ലോ, എന്നിട്ട് എന്തിനാ ആന്റിനെ കാണണേന്ന്. ഒരു ചട്ടി ഇട്ടോണ്ട് നടന്നിട്ടാ നിനക്ക്. ആ ചട്ടിയല്ലേ നേരത്തെ എമർജൻസി ഇല്ലാത്തോണ്ട് ഞാൻ കത്തിച്ച് കളഞ്ഞത്. കാസറ്റ് വരൂല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം പറയാം. അടുത്ത പ്രാവശ്യം നീ ഗൾഫിൽ പോകുമ്പോ എന്നെയും കൊണ്ടല്ലാതെ പോകാൻ പറ്റൂല. നിർബന്ധമായിട്ട് എന്നെയും കൊണ്ട് പോയേ പറ്റൂ. നിന്റെ പേരെന്തോന്ന്? എന്റെ പേര് ഭാസ്കരൻ. അല്ലാതെ പാസ്പോർട്ട് ഒന്നും അല്ലല്ലോ നിന്നെയും കൊണ്ട് നിർബന്ധമായിട്ടും പോവാൻ. എടാ എന്റെ വലിയച്ഛൻ ഗൾഫിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഗൾഫിൽ ഇരിക്കുന്നത്. ഓ 10-70 വയസ്സുണ്ടാ വലിയച്ഛന്. എടാ നിനക്ക് കണ്ണിച്ചോറുണ്ടാ ഈ 70 വയസ്സുള്ള വലിയച്ഛനെ ഗൾഫിൽ ഇരുത്തിക്കാൻ. പിന്നെ 90 വയസ്സായ അറബി ഇരിക്കുന്നത് ഗൾഫിൽ. പിന്നെ 70 വയസ്സായ വലിയ ഗൾഫിൽ. അതൊന്നും ഒരു കുഴപ്പമില്ല. എന്റെ അറബിയെ ഇടിലോണ് 3 കല്യാണം കഴിച്ചു. അപ്പൊ നിന്റെ അറബി തോറ്റ എന്റെ അപ്പ ജയിച്ചു. എന്റെ അപ്പ 5 കല്യാണം കഴിച്ചിട്ടുണ്ട്. 6ാമത്തെ കല്യാണത്തിന് കൈ പൊക്കിയപ്പോ മറിഞ്ഞു വിടുന്ന മരിച്ചു. ഈ മരിക്കുന്നതിന് മുമ്പേ അമ്മുമ്മേരെ കുറുക്കിൽ അപ്പ എഴുതി വെച്ച്. കുറുക്കിലല്ല, ഒരു കുറിപ്പ് എഴുതി ഏപ്പിച്ച്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവം മെഡിക്കൽ കോളേജിലെ നേഴ്സുമാർക്ക് പഠിക്കാൻ കൊടുക്കണമെന്ന്. ശവം പോലും ആയുധമാക്കിയ ഒരു മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല നിന്റെ അപ്പൂപ്പനെ എങ്ങനെയാണ് മരിച്ചത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായിരുന്നു അപ്പൂപ്പന്റെ മരണ കാരണം? അത് വേറൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ ഞരമ്പ് ഓവർഫ്ലോ അകത്ത് പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മരിച്ചത്. അതൊക്കെ എന്റെ അപ്പൂപ്പായി. ഞാൻ ഗൾഫിൽ ഇരുന്ന സമയത്താണ് എന്റെ അപ്പൂപ്പ മരിക്കുന്നത്. എന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞ് എന്താണെന്നറിയാമോ? എടാ നിന്റെ അപ്പൂപ്പൻ പ്രകൃതിയിൽ ലയിച്ചു ചേർന്നു. ഇവന്റെ അപ്പൂപ്പ എങ്ങനെ പ്രകൃതിയിൽ ലയിച്ചു ചേർന്ന് അറിയാമോ? ഇവന്റെ അപ്പൂപ്പന് വെള്ളം അടിച്ചപ്പോ മഴയെടുത്ത് ഭയങ്കര പ്രേമം. അങ്ങനെ നേരെ കുന്നിന്റെ മോളിൽ കയറുന്ന മഴയെ പ്രേമിക്കാൻ മഴയുടെ പിറകെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇടിയും മിന്നലും വന്ന് അടിച്ച് അപ്പൂപ്പ കരിഞ്ഞ കോഴിയെ കണക്ക് ഇങ്ങനെയായി. അല്പം ചാരമെങ്കിലും കിട്ടിയില്ലടാ. ചാരം ഉണ്ടാന്ന് നോക്കാൻ നമ്മൾ പോയി. അതിന്റെ പിറകെ കാറ്റ് വന്ന് ഇതിനെ ഇങ്ങനെ നക്കി അങ്ങ് എടുത്തോണ്ട് അതും പോയി. അത് വിട്. നീ ഒരു കാര്യം ചെയ്യ്, വേണം എനിക്ക് ആശുപത്രി പോകാൻ, ഡോക്ടറെ കാണണം. നിനക്കെന്തൊരു അസുഖം? എടാ കൊക്കോപ്പുഴിന് ഓപ്പറേഷൻ. കൊക്കോപ്പുഴിന് കൊക്കോപ്പുഴ പോയി. അപ്പൊ എന്തിനു പോണത്? എടാ കൊക്കോപ്പുഴ എന്റെ വയറ്റിലാണ് കിടക്കുന്നത്. ഡോക്ടർ പറഞ്ഞു 70,000 രൂപയാവും എന്റെ വയറ്റിൽ കിടക്കണ കൊക്കോപ്പുഴ പുറത്തെടുക്കാനെന്ന്. 70,000 രൂപ വേണ്ട. പിന്നെ 7 ദിവസം കൊണ്ട് ഈ കൊക്കോപ്പുഴിനെ ഞാൻ വെളിയിറക്കി തരാം. അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. 6 ദിവസം നീ ആപ്പിള് കഴിക്കണം. 7 നീ മുന്തിരിഞ്ഞ കഴിക്കണം. അപ്പോ കൊക്കോപ്പുഴ വെളിയിറങ്ങി വന്നിട്ട് ചോദിക്കും ഇന്ന് ആപ്പിളല്ലേ? അപ്പൊ തൂക്കിയെടുത്ത് തറയിട്ടിട്ട് ഇങ്ങനെ ചവിട്ട. നോക്കണത് നേരത്തെ മലയിലെ മുകളിൽ നിന്ന് തീ വന്നടാ. അതിൽ ഈ കോമഡി കൂടെ അവളെ ശബ്ദം ഞാനൊന്ന് കേക്കട്ടെ. എന്റെ സിന്ധുവിന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു. നിനക്കറിയാമോ സിന്ധുവിന് എന്റെ മനസ്സിലുള്ള സ്ഥാനം എന്താണെന്ന് അറിയാമോ? ഈ കഥ നടക്കുന്നത് കേരളത്തിലെ വീട് രാജപ്പന്റെ അമിട്ടായിപ്പോയി. അവളെ ബന്ധുക്കളാരെങ്കിലും അറിഞ്ഞാ? അയ്യോ അവരെ ബന്ധുക്കളെന്ന് പറഞ്ഞാല് 3 മാവന്മാരും ഡൗന്മാരെ കാണണം. ഞണ്ടുകളും വണ്ടുകളും തെണ്ടുകളും ഞൊണ്ടികളും കുണ്ടുകളും തൊണ്ടുകളും തെങ്ങുകളും ഏകദേശം ഇതുപോലെ ഡൗന്മാര്. അയ്യോ അവളെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെട്ടിക്കൊല്ലൂടാ. അവളെ അച്ഛനെ നാട്ടുകാർ വിളിക്കുന്ന ഒരു ചെല്ലപ്പേരുണ്ട്. ഈ ഗ്രാമത്തിലെ ഏക വെടിക്കെട്ടുകാരനാണ് പടക്കം പപ്പനാവൻ. കാസറ്റ് മാറി. ഇല്ല, ഞാൻ ഇതിൽ തന്നെ റെക്കോർഡ് ചെയ്ത് നിൽക്കുന്നത്. നിനക്കറിയാമോ അവളെ പ്രസവിച്ചിട്ട് അന്ന് മുതൽ അവളെ അച്ഛൻ ഈ നാട്ടിൽ മൊത്തം പാടിക്കൊണ്ടിരുന്ന പാട്ടേതെന്നറിയാമോ? നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്നു പിറന്നുവല്ലോ, പിറന്നുവല്ലോ, അച്ഛന്റെ കട്ടുണ്ടല്ലോ അമ്മയുടെ കട്ടുണ്ടല്ലോ, ചേട്ടനയച്ച ശബ്ദരേഖ ഞാൻ കേട്ടു കേട്ടോ. കണ്ട എങ്ങനെയുണ്ട്? ഞാൻ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ അമട്ടിന്റെ ഏതോ ഒരു സ്ഥലത്തുണ്ടെന്ന്. സോറി
സോറിയടാ അടിച്ചു പോയി. ബാക്കിയും കൂടെ ഇട്. നാളെ നമുക്ക് എവിടെ വെച്ച് കാണാന്നറിയോ? ചൈനീസ് ഭാഷ. ചൈനീസ് ഭാഷയിൽ അവളെ അച്ഛൻ വെള്ളത്തിൽ പോയി കൊല്ലണമെന്നാണ് അവളെ. അപ്പൊ ചേട്ടാ, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ വെച്ച് കാണുന്നു. പിന്നെ ഓർമ്മയുണ്ടല്ലോ ഉമ്മ. കിട്ടിയല്ല, ഞാൻ പറഞ്ഞില്ലേ അവിടെ വെച്ച് കാണുന്നു, ഉമ്മ തരുന്നു. എവിടോ ചുമ്മാ തരും. ചുണ്ടു വെച്ചല്ലേ നമ്മൾ ഉമ്മ കൊടുക്കണം ഇങ്ങനെ. അതല്ല, യാത് സ്ഥലത്തോ ചുമ്മാ തരും. സ്ഥലമൊക്കെ നീ തീരുമാനം, ഞാൻ പറഞ്ഞ മോശമല്ലേ. എടാ പുല്ല, ഈ കാസറ്റിൽ എവിടെ സ്ഥലമൊന്നും ഉണ്ടാകും. ഇതിലെവിടെയാണെന്ന് വായിച്ചു നോക്കണം, അവൾ എവിടെ ചുമ്മാ വരും. അതെന്താ അങ്ങനെ കരയുന്നത്? കാസറ്റ് കുരുങ്ങിയ ഇങ്ങനെ കരയാൻ പറ്റൂ. ഈശ്വരാ. സൂപ്പർ കേട്ടാ, നിന്റെ കുഞ്ചാവാൻ കിടിലം. കാര്യം ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചതിൽ നല്ല ഗംഭീരമായിട്ടുണ്ട്. ഓണത്തിന് കുറെ പരിപാടി ഞാൻ പിടിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടിക്കും പറഞ്ഞ കേട്ടാ നീ. അടിപൊളിയല്ലേ? നീ അണ്ണനെ മറക്കരുത്. ഇതാണ് ഞാൻ പറഞ്ഞ നോബി അണ്ണന്റെ ഫിഗർ ലാബ്. ഇവിടെ വന്ന അയ്യോ നമസ്കാരം അണ്ണ. ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞില്ലായിരുന്ന ഒരു പയ്യനെ കൊണ്ട് കുറച്ച് ഫിഗർ പഠിപ്പിച്ചു കൊടുക്കില്ല. പയ്യനെ കൊണ്ടുവന്നത് ഇതെന്തോന്ന്? അലോമിനിയോ? അല്ലല്ല, ഇത് നമ്മളെ നോർമൽ മനുഷ്യനല്ല. ഇത് അന്യഗ്രഹത്തിൽ നിന്ന് വന്നൊരു ഏലിയനാണ്. പേര് മനോജ്. പുള്ളി ഇപ്പൊ മിമിക്രി പഠിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നതാണ്. അപ്പം ഫിഗറിന്റെ പരിപാടികൾ അണ്ണം പഠിപ്പിച്ചു കൊടുക്കും. അല്ലാതെ മിമിക്രിയുടെ ഫിഗർ ഇതിലൊക്കെ എങ്ങനെയാണ് ഞാൻ ഫിഗർ ചെയ്യണം? ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരും. അതായത് നിങ്ങൾ ഫിഗർ ചെയ്യാൻ പഠിക്കുന്നെങ്കിൽ എന്റെ ഗുരുവിനെ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒറ്റ മീശ കൊണ്ട് ഒരേ സമയം 2 ഫിഗർ ചെയ്താലാണ് എന്റെ ഗുരുനാഥൻ. അതുണ്ട്, നീ കണ്ടുനോക്ക്. ഇങ്ങോട്ട് ഇവിടെ നോക്ക്. ക്ഷമിക്കണം, ഈ രഹസ്യം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ ഞാൻ പലരുടെയും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ബാബുവല്ല, CID ഓഫീസർ KK നായർ. കണ്ട, ഒറ്റ മീശോന് ടക്കന മാറിയത് കണ്ട. ഇതാണ് എന്റെ കഴിവ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഫിഗറാണ് വേണ്ടത്? ഇവിടെ ഏതൊക്കെ ഫിഗർ ഉണ്ട്? ഇഷ്ടം പോലെ ഫിഗർ ഉണ്ട്. ആര് പറഞ്ഞാലും ഞാൻ തരും. അണ്ണാ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ആ പുള്ളി എന്നെ തീരുമാനിക്കട്ടെ. അപ്പൊ ഞാൻ കുറെ ഫിഗർ കാണിച്ചു തരാം. അതിൽ ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തോ, ഞാൻ ചെയ്തു തരാം. എല്ലാരും റെഡി ആണെങ്കിൽ പാടേ. കുഞ്ചാക്കോ, നീ ചെന്ന് കിടന്നോ. ഓക്കെ, എല്ലാരും പാടേ.
ചേച്ചി സൂപ്പർ സൂപ്പർ, ആരും ഫിഗർ വിട്ടിട്ടില്ല, എല്ലാരും ഗംഭീരമായിട്ട് ചെയ്തു. അടിപൊളി അടിപൊളി. അതായത് ഈ നിരന്ന് നിൽക്കുന്നതിൽ ആരെ വേണോന്ന് പറ, എന്നിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അതിന്റെ പൈസ എത്രയെന്ന് പറ, ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യാം. എല്ലാ ഫിഗറും ഡിറ്റോൺ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ആരെ വേണം ഏലിയൻ പറ. ഇതിലാരാ ശ്രീനിവാസൻ സാർ? ഇതില് ശ്രീനിവാസ സാറില്ല. എനിക്ക് ശ്രീനിവാസൻ സാറിനാണ് വേണ്ടത്. അപ്പൊ ശ്രീനിവാസൻ സാറിന്റെ ഫിഗറാണോ വേണ്ടത്? ഏലിയ, എന്താണ് ശ്രീനിവാസൻ ചേട്ടൻ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? തിരക്കഥ കൊണ്ടും സംവിധാനം കൊണ്ടും അഭിനയം കൊണ്ടും മലയാളികളെ ഇത്രയേറെ ചിരിപ്പിച്ച ഒരു അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ സാർ. ഇച്ചിരി വിവരവും കൊണ്ട് കേട്ടാ, ഓരോ ഡയലോഗിലൂടെയും മലയാളികളെ ചിരിപ്പിച്ച നമ്മുടെ സ്വന്തം ശ്രീനിയേട്ടൻ. നമുക്ക് സ്വാഗതം ചെയ്യാൻ നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ. നമസ്കാരം ശ്രീനിയേട്ട ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റ്. ശ്രീനിയേട്ടൻ മാത്രമല്ല, നമ്മളോടൊപ്പം വിമല ചേച്ചിയും ജോയിൻ ചെയ്തിരിക്കുകയാണ്. സാധാരണ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ സ്പീച്ചിലൊക്കെ കാണുമ്പോൾ ശ്രീനിയേട്ടനായിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് വിമല ചേച്ചിയുടെ കയ്യിൽ നിന്നുമാണ് കാര്യങ്ങൾ കേൾക്കുന്നത്. എന്ന് പറയുന്നു നന്നായിട്ട് സംസാരിക്കും. എക്സ്ക്യൂസ് മീ, ഞാൻ കുറച്ചു നേരം ഒന്ന് വിമല ചേച്ചി എടുത്ത് സംസാരിച്ചോട്ടെ? പെർമിഷൻ ഗ്യാരണ്ടി. ഓക്കെ, ചേട്ടൻ തന്നെ പറഞ്ഞു. അതെ, അനുഭവിച്ചോ? അല്ല, വീട്ടില് ഭയങ്കര വർത്താനം പറയുന്ന കൂട്ടത്തിലാണോ വിമല ചേച്ചി, അതോ ഭയങ്കര സൈലന്റ് ആണോ? സത്യം പറയാൻ എനിക്ക് ധൈര്യമില്ല. സത്യം പറയാനുള്ള ധൈര്യമില്ല. അതെ, കാരണം ഇത് ചോദിക്കാൻ കാരണം എന്താ അറിയോ, ഇവരുടെ കല്യാണത്തിന്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കല്യാണം കഴിച്ച സമയത്ത്, അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ് പൈസ നൽകിയെന്നുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഉണ്ടോ? എന്നോട് അങ്ങനെയാ പറഞ്ഞത്. ആണ്, എന്താ പറഞ്ഞ കഥ എന്തായിരുന്നു? എന്നോട് ചേട്ടൻ പറഞ്ഞത്, ഒരു താലി വാങ്ങിക്കൊണ്ടുവന്നപ്പോ പൈസ എവിടുന്നാന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത്, മമ്മൂക്കന്റെ പടം അന്ന് കണ്ണൂർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോ മമ്മൂട്ടി തന്നതാന്നാ എന്നോട് പറഞ്ഞത്. അത് ഉള്ളതാണോ? ഉള്ളതാണോ ശ്രീനേട്ടാ? പക്ഷെ മമ്മൂട്ടിനോട് വരണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, അതാണ് ഞാൻ ചോദിക്കേണ്ടത്. പക്ഷെ ഈ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയല്ല, മമ്മൂക്കിനോട് അങ്ങോട്ടേക്ക് വരണ്ടെന്നും പറഞ്ഞു എന്ന് കേട്ടു. അതിന് അങ്ങനെ പറയാൻ കാരണം? അവിടെ ആള് കൂടിയാല് ഒരുപാട് ആൾക്കാർ എന്നെ കാണും. കല്യാണം കലങ്ങും. കല്യാണം കലങ്ങും. ചേട്ടൻ ആരും ശ്രദ്ധിക്കാതാവും. അതുകൊണ്ട് ദേവി ഇത് വരരുത്. അതെ അതെ, ആളുകൾക്ക് അറിയാം. എന്നെ ഒന്നും ആളുകൾ അറിയും. ശരി, അതല്ല, കല്യാണത്തിലാണല്ലോ നമ്മളെല്ലാം റിയൽ ഹീറോസ്. അതെ, അവിടെ വേറെ ഹീറോ വേണ്ട. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, പിന്നെ ഞാൻ വരണ്ടേ? മമ്മൂക്കയുടെ അവസ്ഥ മമ്മൂ ചോദിക്കാൻ ഞാൻ വരണ്ടേ? വേണ്ട പ്ലീസ്, ദയവ് ചെയ്ത് വരണ്ടേ. ഇൻവിറ്റേഷൻ അല്ലേ തന്നത് തന്നെ ധാരാളം. അത് മാത്രമല്ല, മമ്മൂക്കയുടെ പല പടങ്ങൾക്കും സാറ് ഡബ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. മമ്മൂക്കയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ. ഒരു മാടപ്രാവിന്റെ കഥ ആലപ്പുഴ സംവിധാനത്തിൽ ഇറങ്ങിയ പടമാണ്. ആ പടത്തിൽ ഞാൻ ഡബ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി മദ്രാസിലും ഞാനത് മദ്രാസിലുണ്ട്. മദ്രാസിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു, നീ പടം ഡബ് ചെയ്തല്ലേ, അത് വലിയൊരു ചതിയായിരുന്നു, എനിക്ക് കുറെ കാശ് കിട്ടാനുണ്ട്, തരാതിരിക്കാൻ വേണ്ടി അതിന്റെ കൊണ്ട് അപേപിച്ചത്. എന്തിനാ ഡബ് ചെയ്യാൻ പോയത്? എനിക്ക് കുറച്ച് കാശ് കിട്ടാനുള്ള ഒരു മാടപ്രാവിന്റെ കഥ അല്ലേ? പിന്നെ മഴ പെയ്യുന്നു മദ്ദളം കുട്ടുന്നു, അതില് ക്യാമിയോ ആണ് മമ്മൂക്ക, അതിനും സാറാണ് ശബ്ദം കൊടുത്തത്. ആണതെ അതെ. വേറെ കൊടുത്തിട്ടുണ്ട്, ത്യാഗരാജന് കൊടുത്തിട്ടുണ്ട്. ഒരു മുത്തശ്ശി കഥ. വില്ലൻ ത്യാഗരാജന് സൗണ്ട് കൊടുത്ത ചേട്ടനാണ്. പിന്നെ ടി എസ് മോഹൻ എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ട്. അദ്ദേഹത്തിന്റെ പടം
വിധിച്ചതും കൊതിച്ചതും ഞാൻ കൊതിച്ചത് എനിക്ക് കിട്ടിയില്ല. ചേട്ടൻ എന്തായിരുന്നു കൊതിച്ചത്? 5000 രൂപ. 5000 രൂപ അത് കിട്ടിയില്ല. എന്നിട്ട് എത്ര രൂപ കിട്ടിയെന്ന്? 500 രൂപ കിട്ടി. അതാണ് വിധിച്ചതും കൊതിച്ചതും. അദ്ദേഹം സംവിധാനം ചെയ്ത വേറൊരു പടമാണ് ബെൽറ്റ് മത്തായി. എന്റെ ഒരു സുഹൃത്ത് കോഴിക്കോട്ടുകാരന് ശിവേട്ടൻ എന്നൊരാളുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് T.S. മോഹനും അദ്ദേഹം സുഹൃത്തുക്കളും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ ആ സുഹൃത്തുക്കളോട് T.S. മോഹൻ സംസാരിക്കുന്നു. ഇത് കേട്ടതാണ്, ആശാവട്ടം കേട്ടതാണ്. T.S. മോഹൻ സുഹൃത്തുക്കളോട് പറയാൻ, നിർത്തി മക്കളെ, ഞാൻ നിർത്തി, ഈ ആർട്ടുപടം എടുക്കുന്ന പരിപാടി ഞാൻ നിർത്തി. ബെൽറ്റ് മത്തായി ആർട്ടുപടം. അതെ. ഇനി സത്യം പറട്ടെ, ഞാൻ ഈ പറഞ്ഞ സംവിധായകൻ എന്റെ നാട്ടുകാരനാണ്. പറവൂർക്കാരൻ. ഇപ്പൊ ആർട്ടുപടം അതിനെ ചുവട് മരിച്ചുപോയി. ശ്രീനേട്ട അതിനെ ചുവട് പിടിച്ചിട്ടാണ് സലീമേട്ടനും അതെടുത്തത്. ഒരു ആർട്ടുപടം. എലിന, ശ്രീനി സാറിനെ നമുക്ക് ആസ് എൻ ആക്ടർ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആണ്. അപ്പൊ സാറിന്റെ എഴുത്തിനൊരു വലിയ പ്രത്യേകത ഉണ്ട്. അതായത് ഇപ്പൊ കുടുംബം, രാഷ്ട്രീയം ഈ രണ്ട് വിഷയങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അത് ഹാസ്യത്തിലൂടെയാണ് എപ്പോഴും നമുക്ക് മുന്നിലേക്ക് സിനിമയിലൂടെ എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മലയാള സിനിമയിലെ രണ്ട് പ്രധാന പൊളിറ്റിക്കൽ സറ്റയേഴ്സിൽ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടുണ്ട്. പഞ്ചവടി പാലത്തിൽ അദ്ദേഹം അഭിനയിച്ചു, സന്ദേശം അദ്ദേഹം എഴുതി. അതെ, കറക്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഈ സന്ദേശത്തിലെ പല സീൻസും ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ ഇടയിൽ വരെ വളരെയധികം വൈറലാണ്, പോപ്പുലർ ആണ്. അതെ അതെ, നമ്മളിങ്ങനെ എടുത്തിട്ടിങ്ങനെ ഡയലോഗ് പറയുന്നതൊക്കെ മിക്കതും നമ്മുടെ ശ്രീനിയേട്ടൻ നമുക്ക് നൽകിയ ഡയലോഗുകളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 5 മാസ് ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഒന്നുകൂടെ കേൾക്കണ്ടേ? കേട്ടാലോ? ഒരു എഴുത്തുകാരൻ പറഞ്ഞല്ലോ, DPEP എന്ന് പറഞ്ഞാൽ ദരിദ്രരായ പിള്ളേര് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ. സത്യത്തിൽ അതല്ലേ DPEP? എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അച്ഛനോ? ഞാൻ വിചാരിച്ചു ഏതോ കുത്തക മുതലാളിയാണ്, പേടിച്ചു. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. ഒരൊലക്ക കിട്ടുമോ? ഞാൻ സലീമേട്ടനായിട്ടൊന്ന് കണക്ട് ചെയ്യട്ടെ. സലീമേട്ട, നിങ്ങൾ ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് വ്യത്യസ്തനാം ബാലൻ എന്നുള്ള ആ ഒരു പാട്ടും ആ രംഗവും അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അത് മോഹനാണ്. പാട്ടുപാടി പ്രദീപ് ഇവിടെ ഉണ്ട്. ഉറപ്പായിട്ടും നമുക്ക് പ്രദീപേട്ടിൽ നിന്ന് ആ പാട്ട് കേൾക്കുകയും ചെയ്യാം. പ്രദീപ് പറഞ്ഞിട്ട് കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അതെ, ശരിക്കും പ്രദീപേട്ടനെ ഞാൻ എന്തെങ്കിലും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഈ അവസരത്തിൽ. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനെ ആരും തിരിച്ചറിഞ്ഞില്ല. പ്രതിഭേട്ട ഇതിലും വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടാനില്ല. പെട്ടെന്നൊരു ഇമോഷണലായി അല്ലേ പ്രതിഭേട്ട? എന്തായിരുന്നു ആ പാട്ട് പാടാനും അതുപോലെ ശ്രീനേട്ടനുമായിട്ടുള്ള ഒരു അനുഭവം അല്ലേ? ഈ പാട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ പാട്ടാണ്. എന്നെ ഞാനാക്കിയ പാട്ട് എന്ന് ഞാൻ പറയുന്നത് ഈ പാട്ടാണ്. ഈ പാട്ട് ഞാൻ പാടാൻ വേണ്ടി സ്റ്റുഡിയോയിൽ ചെന്നിട്ട് പാടിക്കഴിഞ്ഞ് പോരാൻ നേരം എന്നോട് ജയചന്ദ്രൻ സാർ പറഞ്ഞു, ശ്രീനി സാർ വരുന്നുണ്ട്,
ഈ പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് തീരുമാനിച്ചാൽ പോരെ, അതായത് ഞാൻ പാടണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ പോരെ എന്നാണ് പറഞ്ഞത്. ശാസ്തമംഗലത്തുള്ള സ്റ്റുഡിയോയിലാണ്, ഈസ്റ്റ് കോസ്റ്റിന്റെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ്. അവിടെ ചെന്ന് പാടി സാർ വന്നു. സാർ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ സൈഡിലൂടെ സാറിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാറിന്റെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇതിനു മുമ്പ് പാടിയ പല പാട്ടുകളും പോലെ ദൈവമേ ഇതെന്റെ കയ്യിൽ നിന്ന് പോവോ എന്ന് വിചാരിച്ചു. പക്ഷേ പാട്ട് പാടിയതിന് ശേഷം, കേട്ടതിന് ശേഷം സാർ ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് ജയചന്ദ്ര സാർ ചോദിച്ചു നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞൊരു മറുപടിയാണ് പ്രദീപ് പള്ളുരുത്തിയാക്കിയത്. എന്തായിരുന്നു ആ മറുപടി? ഇതെന്താണോ അതാണ് എനിക്ക് വേണ്ടത്. അത് മാത്രമല്ല, ഈ സിനിമയില് പ്രദീപ് പള്ളുരുത്തി ശ്രീനിവാസ സാറിന് മാത്രമല്ല പാടിയേക്കണത്, 3-4 ടോണിൽ പാടിയിട്ടുണ്ട് അല്ലേ? അതെ അതെ, സാറിന് വേണ്ടിയിട്ട്, സാറിനെ പറ്റിയുള്ള, അതായത് ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള പാട്ട് ഒരു 3-4 പേരുടെ വോയിസിലാണ് ഞാൻ പാടിയിരിക്കുന്നത്. അത് പാട്ട് എഴുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ സിനിമയിലെ മറ്റൊരു കഥാപാത്രമായ സലീം കുമാർ, കവിയായിട്ട് അഭിനയിക്കുന്ന സലീം ഏട്ടൻ അല്ലേ? ശരിയാണ്. 2 ലൈൻ ഒന്ന് പാടാം. തീർച്ചയായിട്ടും. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. സലീമേട്ട എങ്ങനെ തോന്നുന്നു ഈ ഒരു അവസരത്തിൽ സലീമേട്ടന്റെ പാട്ടൊക്കെ പാടി ഒരു നല്ല മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ സലീമേട്ടന്? എനിക്ക് എപ്പോഴേ ഫീൽ ചെയ്തു. മാത്രമല്ല ആ കടലാസ് വേഷങ്ങൾ പറന്നു പോണത്, ഇത്രയും ഉറക്കമൊഴിച്ച് എഴുതിയ പാട്ടുകള് നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാറിന്റെ പറന്നു പോകുന്ന സീൻസ് ആണ് അതിനകത്ത് വന്നത് അല്ലേ? കാണാൻ പോകുമ്പോ നമുക്ക് താങ്ക് യു മാർട്ടിൻ, നീ വളരെ നന്നാവുന്നുണ്ട്.